എണ്ണം 23,611. ആ 23,611 വാർഡുകളിൽ ഏതെങ്കിലും ഒരു 500 വാർഡുകളിലെങ്കിലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെക്കാൻ സാധ്യത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം, ഒന്ന്, 80% പട്ടികേതര വോട്ടുകളാണ് കേരളത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ട് വേണം അംബേദ്കർ രാഷ്ട്രീയത്തിന്റെ പ്രയോഗത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഈ വോട്ടർ ബൂത്തിനകത്തേക്ക് 2 സ്ലിപ്പും വെക്കുന്നു, ചിഹ്നം കുത്താനുള്ള സാധനം കൊടുക്കുന്നു, സുശീല ഗോപാലിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ കുത്തുന്നു. എന്നാൽ ഇപ്പുറത്ത് KP ജോസഫിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ അവഗണിക്കുന്നു. 26,000 മനുഷ്യർ, ഒന്നും രണ്ടുമല്ല, 26,000 മനുഷ്യരാണ് KP ജോസഫിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുഴപ്പം കണ്ടെത്തുകയും സുശീല ഗോപാലിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം നല്ലതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതിനെ എന്ത് പേര് പറഞ്ഞാണ് നിങ്ങൾ വിളിക്കുക? ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ വിശേഷിപ്പിക്കുക? മുന്നണിയായിട്ട് മത്സരിച്ചു ILP 1984. ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പോൾ ചിറക്കലോടെന്ന അധികായകനാണ്. അദ്ദേഹത്തിന് ആ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയത് 9,186 വോട്ടാണ്, 9,186 വോട്ട്. ഇതേ സമയത്ത് ഈ മുന്നണിയുടെ തന്നെ സ്ഥാനാർത്ഥി ഇടുക്കിയിൽ മത്സരിച്ചത് മണർകാട് പാപ്പൻ എന്ന് പറയുന്ന ജോസഫ് മൈക്കിളാണ്. ജോസഫ് മൈക്കിളിന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയ വോട്ടുകളുടെ എണ്ണം 44,472. ഇത് ഈ മുന്നണി സംവിധാനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഒരു പ്രായോഗിക പ്രതിസന്ധിയെ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം മുന്നണിയായാലും there will not be transfer of vote in the grassroots. വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടത്തില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. എന്തുകൊണ്ടാണ് BSP മുന്നണിയാകത്തിന്റെ കാരണം ഇതിനകത്തുണ്ട്. BSP മുന്നണിയാകത്തിന് ഒരുപാട് ആളുകൾ ചീത്ത വിളിക്കാറുണ്ട്. ഒരു കാര്യമില്ല, വളരെ ശരിയായ തീരുമാനമാണ് മുന്നണിയാവാത്തത്. കാരണം there will not be transfer of vote in the grassroots. അത് ഞാൻ വേറൊരു തെളിവ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം 1987 തെരഞ്ഞെടുപ്പിൽ കല്ലറ സാറ് മുന്നണിയായിട്ടല്ല മത്സരിച്ചത്, ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ILP നേടിയ ഏറ്റവും വലിയ വോട്ട്, ബാക്കിയൊന്നും ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല, സമയം പോകും, ഓൾറെഡി എന്റെ സമയം അപഹരിക്കാൻ തീരാറായി. ILP നേടിയ ഏറ്റവും വലിയ വോട്ട് പുതുപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജോസ് P വർഗീസ് എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു അംബേദ്കർ രാഷ്ട്രീയ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് 1996 കാഞ്ഞിരപ്പള്ളി തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കല്ലറ സുകുമാരൻ സാർ നേടിയ 4,355 വോട്ടുകളാണ് ഒരു അംബേദ്കർ രാഷ്ട്രീയ പ്രതിനിധി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഏറ്റവും വലിയ വോട്ട്. 5,000 വോട്ട് തികച്ചു നേടാൻ കല്ലറ സാറിനെ പോലെ ഒരു അധികായകന് പോലും കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഈ പരിശോധനയുടെ തെരഞ്ഞെടുപ്പ് ഫല പരിശോധനയുടെ ഏറ്റവും പരിമിതി എന്ന് പറഞ്ഞാൽ BSPയുടെ കണക്കുകളൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കിട്ടും. മറ്റു പാർട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ സ്ഥാനാർത്ഥികളുടെ പേരറിയണം, അല്ലെങ്കിൽ സ്വതന്ത്രം എന്ന് മാത്രമാണ് പലപ്പോഴും കാണുക. കേരളത്തിലെ BSPയുടെ വോട്ട് നില പരിശോധിച്ചാൽ 1989 മുതൽ മത്സരിക്കുന്നുണ്ട് BSP. 89 മുതലുള്ള BSPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ കണക്കുകൾ ഞങ്ങൾ ശേഖരിച്ചു. ആ കണക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കേരളത്തിൽ BSP പെർഫോം ചെയ്തത് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ്. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ്. ആ സമയത്ത് അന്ന് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാനാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. 1.28%, അതായത് 2,05,337. BSPയുടെ ഏറ്റവും വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 1,06,619 വോട്ട്. ഇതാണ് BSPയുടെ ഏറ്റവും വലിയ ഇലക്ടറൽ പെർഫോമൻസ് ഉള്ളത്. അന്നും ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഞാനാണ് ആ സമയത്തും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്നതെന്ന് നമുക്ക് അറിയിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
എന്റെ 6 പാർട്ടികൾ, അംബേദ്കർ പാർട്ടികൾ എന്ന് പറയുന്ന, അംബേദ്കർ രാഷ്ട്രീയം പറയുന്ന 6 പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഒന്ന് അണ്ണാ DHRM പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കാൻഷിറാം പാർട്ടി ഓഫ് ഇന്ത്യ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, ബഹുജൻ ദ്രാവിഡ പാർട്ടി. നിങ്ങൾ ഓർക്കണം, ഏകദേശം 17ലധികം പാർട്ടികൾ അംബേദ്കർ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്ന വസ്തുത കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതില് 1000-ന് മുകളിൽ വോട്ട് നേടിയത് കേവലം 12 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ്. BSPയുടെ ഏറ്റവും വലിയ പെർഫോമൻസ്, BSP ആണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അത് വർക്കലയിലാണ് 1948 വോട്ടുകളാണ്. 2000 വോട്ട് തികച്ചു നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യം. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചില വസ്തു. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മുന്നണിയായി മത്സരിക്കുന്നതിന്റെ ഒരു കുഴപ്പത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് മൂവാറ്റുപുഴ പറഞ്ഞു. ഞാനൊരു 10 മിനിറ്റോട് അധികം എടുക്കട്ടെ. 2-3 ഉദാഹരണങ്ങൾ കൂടി പറയാം, വസ്തുതാപരമായ കാര്യങ്ങൾ കൂടെ പറയാം. ഒന്ന്, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന ജാതി ഘടകത്തെ സംബന്ധിച്ച് പറയാനാണ്. അതിൽ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഉദാഹരണമാണ്. ആ ഉദാഹരണം എന്ന് പറയുന്നത് 1980 നടന്ന തെരഞ്ഞെടുപ്പാണ്. 1980 നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നു. അതിലൊരു മണ്ഡലത്തിലെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അത്തവണ 80 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്, അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ചത് ശ്രീമതി സുശീല ഗോപാലൻ, AK ഗോപാലന്റെ ഭാര്യയാണ്. ആലപ്പുഴ പാർലമെന്റിലെ സുശീല ഗോപാലിന്റെ എതിർ സ്ഥാനാർത്ഥി ജനതാദളിയോ മറ്റോ ഓമനപിള്ള എന്ന് പറയുന്ന ഒരാളാണ്. അത്തവണ സുശീല ഗോപാലൻ നേടിയത് 2,69,000-ലധികം വോട്ടുകളാണ്. ഓമനപിള്ള നേടിയത് 1,45,000-ലധികം വോട്ടുകളാണ്. സുശീല ഗോപാലിന്റെ ഭൂരിപക്ഷം 1,14,764 1,14,764. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അടയാളത്തിൽ മത്സരിച്ച സുശീല ഗോപാലിന്റെ ഭൂരിപക്ഷം. ഈ പുരോഗമന കേരളം, നവോത്ഥാന കേരളം, നവകേരളം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പൊള്ളത്തരം ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ ഇതേ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ചത് KP ജോസഫ് എന്നു പേരുള്ള ഒരു പട്ടികജാതി ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ ദളിത് ക്രിസ്ത്യാനി എന്ന് പറയും, പട്ടികജാതി ക്രിസ്ത്യാനിയാണ്. VD ജോസിന് അറിയാതിരിക്കുന്നതാണ്. പട്ടികജാതി ക്രിസ്ത്യാനിയായ KP ജോസഫാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത്. അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ്. 1,14,000 വോട്ടിന് സുശീല ഗോപാലൻ പാർലമെന്റിലേക്ക് ജയിച്ചപ്പോൾ KP ജോസഫ് 4,090 വോട്ടിന് കുട്ടനാട് തോറ്റുപോയി. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ സുശീല ഗോപാലിന് 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആണ് KP ജോസഫ് എന്ന പട്ടികജാതി ക്രിസ്ത്യാനി 4,090 വോട്ടിന് തോറ്റത്. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ നോക്കിക്കേ. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ ബൂത്തിലേക്ക് ചെല്ലുന്ന ഒരു വോട്ടറുടെ കയ്യിൽ 2 സ്ലിപ്പുകൾ കൊടുക്കുന്നു. ഇപ്പോഴല്ലേ മറ്റേ മെഷീൻ വന്നു, സ്ലിപ്പാണ് കൊടുക്കുന്നത്. 2 സ്ലിപ്പ് കൊടുക്കുന്നു. 2 സ്ലിപ്പുമായിട്ട് ഈ വോട്ടർ ബൂത്തിനകത്തേക്ക് 2 സ്ലിപ്പും വെക്കുന്നു. ചിഹ്നം കുത്താനുള്ള സാധനം കൊടുക്കുന്നു. സുശീല ഗോപാലിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ കുത്തുന്നു. എന്നാൽ ഇപ്പുറത്ത് KP ജോസഫിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ അവഗണിക്കുന്നു. 26,000 മനുഷ്യർ, 1-2 അല്ല, 26,000 മനുഷ്യരാണ് KP ജോസഫിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുഴപ്പം കണ്ടെത്തുകയും സുശീല ഗോപാലിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം നല്ലതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. ഇതിനെ എന്ത് പേര് പറഞ്ഞാണ് നിങ്ങൾ വിളിക്കുക? ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ വിശേഷിപ്പിക്കുക? നോക്കണേ, പുരോഗമന പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കോൺഗ്രസിലാണ് അല്ലെങ്കിൽ BJP-യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വസ്തുതയെ അവഗണിക്കാം. ഇതിനെ നിങ്ങൾ എങ്ങനെ അവഗണിക്കും? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ അവഗണിക്കാൻ കഴിയുക? അതുകൊണ്ട് ഇതൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ എല്ലാം ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു വിഷയമാണ്, പ്രശ്നമാണ് എന്ന കാര്യം വസ്തുനിഷ്ഠമായി നമ്മൾ അംഗീകരിക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കേരളത്തിൽ, ഇന്ത്യയിൽ
സംവരണ മണ്ഡലങ്ങൾ പണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. 2 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി, ദ്വയാംഗ മണ്ഡലങ്ങൾ. 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് മുതൽ 1961 ദ്വയാംഗ മണ്ഡലങ്ങൾ അബോളിഷ് ചെയ്തുകൊണ്ട് ദ 2 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി അബോളിഷൻ ആക്ട് 1961 1961 നിരോധന നിയമപ്രകാരം ദ്വയാംഗ മണ്ഡലങ്ങൾ നിരോധിക്കുന്നത് വരെ, അവസാനിപ്പിക്കുന്നത് വരെ സംവരണ മണ്ഡലങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്നത് ദ്വയാംഗ മണ്ഡലമാണ്. അതിന് രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. 57 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 12 ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. 12 ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. 12 പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. നീലേശ്വരം മണ്ഡലത്തിൽ വളരെ രസകരമായ ഒരു വസ്തുത പറഞ്ഞു. നീലേശ്വരം മണ്ഡലത്തിൽ ജയിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരാണ് ജയിച്ചത്? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EM ശങ്കര നമ്പൂതിരിപ്പാട് ജയിച്ച മണ്ഡലമാണ് ദ്വയാംഗ മണ്ഡലമായ നീലേശ്വരം നിയോജക മണ്ഡലം. പക്ഷെ ആ നിയോജക മണ്ഡലം ഒരു ദ്വയാംഗ മണ്ഡലമാണ്. അവിടെ മത്സരിച്ചത്, പട്ടികജാതി പ്രതിയായിട്ട് മത്സരിച്ചത് കള്ളലൻ എന്ന് പറയുന്ന ഒരാളാണ്. കള്ളലൻ, ഇംഗ്ലീഷിൽ KALLALALLA എന്നാണ്. കള്ളലൻ എന്നാണ്. ഞാൻ അത് പ്രൊനൗൺസ് ചെയ്ത് ശരിയാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാട്ടി തിരുത്താവുന്നതാണ്. ഇങ്ങനെ കള്ളനാളാണ് അവിടെ ദ്വയാംഗ മണ്ഡലത്തിൽ മത്സരിച്ചത്. അവിടെ EM ശങ്കര നമ്പൂതിരിപ്പാടിന് കിട്ടിയ വോട്ട് 38,090 വോട്ടാണ്. പക്ഷേ ദ്വയാംഗ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതിക്കാരായ കള്ളലന് കിട്ടിയത് 44,354 വോട്ടാണ്. EMSനേക്കാൾ കൂടുതൽ വോട്ട് ദ്വയാംഗ മണ്ഡലത്തിൽ പട്ടികജാതിക്കാരൻ നേടി എന്നുള്ളത് വളരെ രസകരവും വിചിത്രവുമായ ഒരു വസ്തുതയാണെന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കും. ഈ ദ്വയാംഗ മണ്ഡലം എങ്ങനെയാണ് ഇല്ലാതായത്, എങ്ങനെയാണ് അബോളിഷ് ചെയ്തത് എന്നതിന്റെ ഒരു കഥ കൂടിയുണ്ട്. അത് നിങ്ങൾ പലർക്കും അറിയില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പാർവതീപുരം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു മണ്ഡലത്തിൽ നടന്ന സംഭവമാണ് പിന്നീട് ഈ ദ്വയാംഗ മണ്ഡലങ്ങൾ നിർത്തലാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം. പാർവതീപുരം എന്ന് പറയുന്ന ദ്വയാംഗ മണ്ഡലത്തിൽ 57 നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് VV ഗിരി എന്ന് പറയുന്ന ആളാണ്. VV ഗിരി നിങ്ങൾക്കറിയാം, 4ാമത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. അതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നെഹ്റു മന്ത്രിസഭയിലെ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്നു, കാർഷിക മന്ത്രിയായിരുന്നു VV ഗിരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധികാരിയാണ്. അദ്ദേഹം 4ാമത്തെ രാഷ്ട്രപതിയായെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ. VV ഗിരി മത്സരിച്ചു. അതൊരു ദ്വയാംഗ മണ്ഡലമാണ്. ദ്വയാംഗ മണ്ഡലം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പട്ടികജാതിക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ടതായി, പട്ടികജാതി പ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെടും. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മറ്റൊരാളെ ജനറൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് ദ്വയാംഗ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതി. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് B സത്യനാരായണ എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനാണ്. 1,26,792 വോട്ടുകൾ B സത്യനാരായണ നേടി. അതുകൊണ്ട് ദ്വയാംഗ മണ്ഡലത്തിലെ പട്ടികജാതി പ്രതിനിധിയായി സത്യനാരായണ പ്രഖ്യാപിച്ചു. പിന്നീട് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആളുകളുടെ എണ്ണം നോക്കിയപ്പോൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഡിപ്ല സുരി ദോറ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 1,24,604 വോട്ട് കിട്ടി. മൂന്നാമത് VV ഗിരി 1,24,039 വോട്ട് കിട്ടി. നാലാമത് ഒരു വാസി റെഡ്ഡി കൃഷ്ണമൂർത്തി വായിനി 1,11,968. പക്ഷെ ഇതില് ഈ ഡിപ്ലാസ്മി ദുരൈ എന്ന് പറയുന്ന ആള് പട്ടികവർഗ സമുദായക്കാരാണ്. VV ഗിരിയെ മറികടന്ന് ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് ഇയാളെ പട്ടികവർഗക്കാരനെ പ്രഖ്യാപിച്ചു പാർവതീപുരം മണ്ഡലത്തിൽ. അങ്ങനെ VV ഗിരി തോറ്റുപോകും. ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് 2 പട്ടികജാതിക്കാർ ഒരേ സമയം തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ഇലക്ഷൻ ട്രിബ്യൂണലുണ്ട്. ഇന്നില്ല, ഇലക്ഷൻ ട്രിബ്യൂണൽ ഇല്ല. അന്ന് ഇലക്ഷൻ ട്രിബ്യൂണലുണ്ട്. VV ഗിരി ഇലക്ഷൻ ട്രിബ്യൂണൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞത്, ഒരു ജനറൽ കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരിക്കലും ഒരു പട്ടികജാതിക്കാരന് തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതയില്ല എന്ന നിലയിലാണ് അയാളത് ചോദ്യം ചെയ്തത്, തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ചോദ്യം ചെയ്തത്. ഇലക്ഷൻ ട്രിബ്യൂണൽ VV ഗിരിയുടെ വാദഗതി അംഗീകരിച്ചുകൊണ്ട് ഈ ഡിപ്ല സുരി ദുരൈ എന്ന് പറയുന്ന പട്ടികവർഗക്കാരന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഈ ഡിപ്ല സുരി ദുരൈ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആന്ധ്ര ഹൈക്കോടതിയിൽ പോയി. ആന്ധ്ര ഹൈക്കോടതി ഈ ട്രിബ്യൂണലിലെ വിധി റിവേഴ്സ് ചെയ്തു, റദ്ദാക്കി. എന്നിട്ട് ഡിപ്ല സുരി ദുരൈ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചു. VV ഗിരി അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. VV ഗിരിയുടെ ആർഗ്യുമെന്റിന്റെ ബേസിലായിരുന്നു ഒരു ജനറൽ മണ്ഡലത്തെ പ്രതികരിക്കാൻ, ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പട്ടികജാതിക്കാൻ അർഹതയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതങ്ങ് കൈവച്ചാൽ മതി, അത് ഇങ്ങോട്ട് ഇറക്കേണ്ട. ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പട്ടികജാതിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞതോടുകൂടി VV ഗിരി തോറ്റു.
അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ദ്വയാംഗ മണ്ഡലത്തിന് ഇങ്ങനൊരു അപകടമുണ്ട്. ഏതാ? 2 പട്ടികജാതിക്കാർ ഒരേ സമയം തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് 57 59 സുപ്രീം കോടതി വിധി വന്നത്. 61 ഈ 2 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി നിർത്തലാക്കി. അതന്ന് അവസാനിപ്പിച്ചു. 1961 ആക്ട് വന്നത് 1961 ഡബിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി അബോളിഷൻ ആക്ട് 1961 എന്നാണ് അതിന്റെ പേര്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവസാനിപ്പിക്കണം. ഞാൻ എന്റെ കൺക്ലൂഷനിലേക്ക് വരിക. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണ്. ഒന്ന്, കേരളത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പട്ടികേതര വോട്ടുകൾ 80% മുകളിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വസ്തുതകൾക്ക് വലിയ പ്രാധാന്യമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രം പ്രയോഗിക്കപ്പെടുന്നതും നമുക്ക് ചില ഒരു 100, 150, 200, 500 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ വാർഡുകളുടെ എണ്ണം 23,611. ആ 23,611 വാർഡുകളിൽ ഏതെങ്കിലും ഒരു 500 വാർഡുകളിലെങ്കിലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെക്കാൻ സാധ്യത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം, ഒന്ന്, 80%-ലധികം പട്ടികേതര വോട്ടുകളാണ് കേരളത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ട് വേണം അംബേദ്കർ രാഷ്ട്രീയത്തിന്റെ പ്രയോഗത്തെ സംബന്ധിച്ച് കേരളത്തിൽ നമ്മൾ ആലോചിക്കാൻ. വെറുതെ ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കർമാരായി നമ്മൾ മാറരുത്. 2, തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി തന്നെ പ്രതിഫലിക്കപ്പെടുന്ന ജാതി വികാരത്തെ മുൻകരുതിക്കൊണ്ട് വേണം, മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക്. ഞാൻ അതുകൊണ്ടാണ് ദയാംഗ മണ്ഡലത്തിന്റെ കാര്യവും അതുപോലെ തന്നെ കുട്ടനാട് നിയോജകമണ്ഡലത്തിന്റെ കാര്യവും നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഈ വസ്തുതകൾ മുന്നിൽ വെച്ച് ഈ 2 വസ്തുതകളോട് പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ അംബേദ്കർ രാഷ്ട്രീയത്തിന്റെ പ്രയോഗത്തെ കുറിച്ച് പറയാൻ. ഈ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഭീമിഷൻ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്ന 3 പരിഹാരങ്ങളുണ്ട്. ഇതെല്ലാം ആണ്, ഇതിനൊന്നും ഒരു സാധ്യതയില്ല, നമ്മളെല്ലാം അംബേദ്കർ രാഷ്ട്രീയം വലിയ പരാജയമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വിജയത്തിന്റെ സാധ്യതകളിലേക്ക് പോകാം. അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് 3 പരിഹാര മാർഗങ്ങളാണ്. ഒന്നാമത്തെ പരിഹാര മാർഗം എന്ന് പറയുന്നത്, നമ്മൾ we should not confine our constituency to scheduled caste and scheduled tribe. നമ്മുടെ സ്വാധീനം അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ അടിത്തറ പട്ടികജാതി പട്ടികവർഗം എന്നതിലേക്ക് നിങ്ങൾ പരിമിതപ്പെടുത്തി ചിന്തിക്കണം. അതാണ് ഏറ്റവും വലിയ അപകടം. അതിന് ഏറ്റവും നല്ല മാതൃക ഒന്ന് അംബേദ്കർ, മറ്റൊന്ന് മഹാനായ കാൻഷറാം തന്നെയാണ്. കാരണം ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അഖിലേന്ത്യാ പട്ടികജാതി ഫെഡറേഷൻ പിരിച്ചുവിട്ടുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയിലേക്ക് പോകുന്നത്. പക്ഷെ അംബേദ്കർ പട്ടികജാതി ഫെഡറേഷൻ തിരിച്ചുവിട്ടെങ്കിലും നമ്മളിപ്പോഴും പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പരിമിതപ്പെടാനാണ് നമുക്ക് താല്പര്യം. അവിടെയാണ് നമ്മുടെ താല്പര്യം നിൽക്കുന്നത്. സഹപീഡിതരായ അല്ലെങ്കിൽ പൊതുശത്രുവിനെതിരെ മുന്നേറാൻ കഴിയുന്ന ഇതര സാമൂഹ്യ വിഭാഗങ്ങളുമായി ഐക്യപ്പെടുന്നതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു താല്പര്യമില്ല. നമ്മൾ ഇൻക്ലൂസീവ് ആണ് എന്ന് ഇംഗ്ലീഷ് പറയാം, എക്സ്ക്ലൂസീവ് അല്ല. നമ്മളെല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന മറ്റു സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലി നമ്മളില്ല. അംബേദ്കർ നമുക്ക് മുന്നിൽ അത് കാണിച്ചു വെച്ചതാണ്. കാരണം അംബേദ്കർ തന്നെ 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. അഖിലേന്ത്യാ പട്ടികജാതി ഫെഡറേഷന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 52-ലും 54-ലും 54-ലെ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2-ാം സ്ഥാനത്ത് പോലും എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് അദ്ദേഹം ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ പിരിച്ചുവിടുകയാണ്. അദ്ദേഹം നിർത്തലാക്കുന്നില്ല, പിരിച്ചുവിട്ടുകൊണ്ടാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയിലേക്ക് പുരോഗമിക്കുന്നത്. അതെന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? നമ്മൾ ഇതര സാമൂഹ്യ വിഭാഗങ്ങളുമായി കൈകോർത്ത് പിടിക്കേണ്ടതിന്റെയും അവരോട് സാഹോദര്യപ്പെടേണ്ടതും ഐക്യദാർഢ്യപ്പെടേണ്ടതിന്റെയും അവരോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെയും ഒരു ആവശ്യകതയാണ് മഹാനായ ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. We don't confine ourselves to scheduled caste, scheduled tribe. അവിടെ മാത്രം നമ്മൾ ഒതുങ്ങുന്നില്ലല്ലോ. വീണ്ടും ജാതിയിലേക്ക് പോവാണ്. കൊലയില്, പറയല്, കുറവര് എന്ന് പറഞ്ഞ് നമ്മുടെ ജാതിയിലേക്ക് തന്നെ തിരികെ പോകുന്ന രീതിയിൽ അംബേദ്കർ ദൗത്യത്തെ നമ്മൾ പിറകോട്ടടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതാണ് കാൻഷറാം സാബും ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കർ നമുക്ക്. കാൻഷറാം സാബ് അക്കാര്യത്തിൽ ഒരു വലിയ മാതൃക നമ്മുടെ മുന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. 2ാമത് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു പരിഹാര മാർഗം, we have to demand for separate electorate. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്ന പുനഃസ്ഥാപിക്കണമെന്നൊരു ആവശ്യം നമുക്ക് മുന്നോട്ട് വെക്കാവുന്നതാണ്. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകാം. 3ാമതായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം അടിമുടി പരിഷ്കരിക്കപ്പെടണമെന്നുള്ളതാണ് നമുക്ക് 3ാമതായി മുന്നോട്ട് വെക്കാൻ കിട്ടുന്ന ഒരു നിർദ്ദേശം. അതില് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ
ഈ പല രാജ്യങ്ങളും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അർജന്റീന ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ലോകത്തിലെ 30ഓളം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ നടക്കുന്നത് പോലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പാർട്ടി റെപ്രസെന്റേഷൻ പൊളിറ്റിക്സ് ആണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത് വേറെ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. അവിടെ പല രാജ്യങ്ങളിലും ഈ മാതൃക പിന്തുടർന്ന രാജ്യങ്ങളിൽ അവരെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ല, പാർട്ടികളാണ് മത്സരിക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു 10 രജിസ്റ്റേർഡ് പാർട്ടികൾ മത്സരിക്കും. നമ്മുടെ പാർട്ടി മത്സരിക്കുന്നു, 5% വോട്ട് നേടും. ആ 5% വോട്ട് നേടണമെങ്കിൽ നിങ്ങൾക്ക് 5% നിയമസഭാ പ്രതിനിധികളെ അയക്കാനുള്ള അവകാശമുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ ലോകത്തിലെ 30-ലധികം രാജ്യം 80ഓളം രാജ്യങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഭരണഘടന നിർമ്മാണ സമയത്ത് അംബേദ്കറുടെയും മറ്റു ആളുകളുടെയും മുന്നിൽ ഈ വിഷയം വന്നതാണ്. അപ്പോ ഇന്ത്യ വീണ്ടും ഛിന്ന ഭിന്നമായി പോകുമോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും ജാതി മത സ്പർദ്ധ വർദ്ധിക്കുമോ എന്നൊക്കെയുള്ള നിലയിലുള്ള ആലോചനകൾ കൊണ്ട് ആശങ്കകൾ കൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ നിലവിൽ കഴിഞ്ഞ 75 വർഷമായി നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ പിന്തുടരുന്ന നില വെച്ച് പരിശോധിച്ചാൽ തീർച്ചയായും അത് ഇവിടുത്തെ തദ്ദേശീയ ജനതയുടെയും ന്യൂനപക്ഷങ്ങളുടെയും റെപ്രസെന്റേറ്റീവ് ഓർക്കണം. ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ ജനസംഖ്യയിൽ ഏകദേശം 20%-ഓളമാണ് മുസ്ലിം പോപ്പുലേഷൻ. പക്ഷേ 80 പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ പോലും മുസ്ലിങ്ങളില്ല. എന്തുകൊണ്ട്? ഒരാൾ പോലും മുസ്ലിങ്ങളില്ല. അംബേദ്കർ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ മെജോറിറ്റി ഒരു കമ്മ്യൂണൽ മെജോറിറ്റി ആകുന്നതിന്റെ അപകടത്തെ സംബന്ധിച്ച്. ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ 20% വരുന്ന മുസ്ലിങ്ങളിൽ ഒരാൾ പോലും 80 പാർലമെന്റ് അംഗങ്ങളിൽ ഇല്ലെന്ന് നിങ്ങൾ ഓർക്കണം. ഈ കമ്മ്യൂണൽ മെജോറിറ്റിയായി മാറുകയാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റി പൊളിറ്റിക്കൽ മെജോറിറ്റിയായി മാറുകയാണ്. അതിന്റെ അപകടമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനം അടിമുടി പരിഷ്കരിക്കപ്പെടുകയും റെപ്രസെന്റേഷൻ മോഡലിലേക്ക് ലോകത്തുള്ള 80-ലധികം രാജ്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്ന നിലയിലുള്ള ഒരു റെപ്രസെന്റേഷൻ മോഡലിലേക്ക് നമ്മൾ മാറുക. ആ റെപ്രസെന്റേഷൻ മോഡൽ വേണമെന്ന ഡിമാൻഡ് സ്വാഭാവികമായും നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇന്ത്യയിലെ മർദ്ദിത ജാതികളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ശരിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഭരണനിർമ്മാണ സംവിധാനത്തിനകത്ത് ശരിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഫലപ്രദമാണ് എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് അംബേദ്കർ രാഷ്ട്രീയത്തിന്റെ പ്രയോഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിലവിലുള്ള നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ ഇതാണ്, നമ്മുടെ സാധ്യതകൾ ഇതാണ്. ആ സാധ്യതകളെ മുന്നിൽ വെച്ചുകൊണ്ട് പരിഗണിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന പരിമിതമായ അതിൽ തന്നെ ഓരോ ജാതികൾ 53 ജാതികൾ ഓരോ ജാതിയിലേക്ക് ചുരുങ്ങിയാൽ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ രാഷ്ട്രീയ പ്രയോഗമായി നടക്കുമെന്ന ഗതികേടല്ലാതെ ഫലമുണ്ടാവില്ല. There will not be any result. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോ നമ്മുടെ ഈ ഉപസംവരണവുമായി ബന്ധപ്പെട്ട സബ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ അതിദുർബലരായ ചില ജാതികൾ സമുദായങ്ങൾ മുന്നോട്ട് വന്ന് ഞങ്ങൾക്ക് കൂടി റെപ്രസെന്റേഷൻ വേണം, ഞങ്ങളുടെ കൂടി പ്രാതിനിധ്യം വേണമെന്ന് അവർ അവകാശപ്പെട്ടു. നമ്മളതിനെതിരെയാണ് രംഗത്ത് വന്നു. അതുപോലെ തന്നെ കേരളത്തിലെ പട്ടികജാതി ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗം നമ്മൾ അവരോട് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത് ഭീമിഷനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ WCCയിൽ നിന്ന് പണം വാങ്ങുന്നത് കൊണ്ടാണ് പറയുന്നതൊക്കെ പറഞ്ഞ നിലയിലുള്ള വിവരദോഷങ്ങളും വെളിവുകേടുകളും ഒക്കെ പറയുന്ന നിലയൊക്കെ ഉണ്ട്. നമ്മൾ അവരാരെയും കൂട്ടാൻ തയ്യാറല്ല, ആരോടും നമ്മൾ ചേർന്ന് നിൽക്കാൻ തയ്യാറല്ല എന്ന നിലയാണ് പൊതുവിലുള്ളത്. അത് തീർച്ചയായും നല്ലതല്ല. ഒരു ഇൻക്ലൂസീവായിട്ട് വേണം, എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവായി ആളുകളെ ചേർത്ത് നിർത്തുന്ന ഇതര സാമൂഹ്യ വിഭാഗങ്ങളുമായി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ രാഷ്ട്രീയ അധികാരത്തെ കുറിച്ച് മിണ്ടാതിരിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്, അധികാരം ഭരണനിർവഹണം എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രമല്ല. ഭീമിഷന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു വീക്ഷണമാണ്. ലെജിസ്ലേച്ചർ എന്ന് മാത്രമല്ല ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ അതിന്റെ ഭാഗമാണ്. അവിടെയൊന്നും റെപ്രസെന്റേഷന് വേണ്ടി പരിശ്രമിക്കാതെ ഭരണനിർവഹണത്തിലോ എക്സിക്യൂട്ടീവിലോ ജുഡീഷ്യറിയിലോ ഒന്നും നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാതെ ലെജിസ്ലേച്ചർ ബോഡിയിൽ മാത്രം നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയാൽ എല്ലാം കഴിഞ്ഞു, അവിടെ എല്ലാം തീർന്നു, അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയുന്ന മണ്ടത്തരം. അങ്ങനെ അത് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭീമിഷനില്ല. ഞങ്ങൾ എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ലെജിസ്ലേച്ചറിലും ഒരേപോലെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പരിശ്രമിക്കുന്നവരാണ്. എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്
രാവിലെ ഇന്ന് ചാലക്കുടി പറഞ്ഞതുപോലെ ഞങ്ങൾ സംഘഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ട് ഞാൻ അവസാനിക്കും.